ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ വിശദീകരണം തേടി ഹൈക്കോടതി. പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം സുനിൽ ചവിട്ടുപടമാണ് ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനെതിരെ LDF അംഗം സി കണ്ണനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരന്റെ ആരോപണത്തിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സമില്ലെന്നും കോടതി അറിയിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ഡൽഹിയിൽ. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരപരിപാടികൾ യോഗം ആസൂത്രണം ചെയ്യും. കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കെ ഇതേക്കുറിച്ചും യോഗം ചർച്ച ചെയ്തേക്കാം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും വിലയിരുത്തും. രാകേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രവർത്തക സമിതി യോഗം ചേരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ന് വിശാല പ്രവർത്തക സമിതി യോഗമാണ് ഇന്ന് ചേരുന്നത്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. അപ്പോൾ സ്വാഭാവികമായും ബീഹാർ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം ഇന്ന് പാർട്ടി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ നിർണായകമായ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, പശ്ചിമ ബംഗാൾ അടക്കമുള്ള, അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇതിൽ കേരളത്തിലും അസമിലും ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷത്താണ് പാർട്ടിയുള്ളത്. പശ്ചിമ ബംഗാളിലും കാര്യമായ പ്രകടനം സമീപകാലത്തും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇടങ്ങളിൽ തിരിച്ചുവരവ് അതാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അടക്കമുള്ളവ ചർച്ച ചെയ്തേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതി മാറ്റിക്കൊണ്ടാണ് BBG റാംജി ബിൽ അടുത്തിടെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അന്ന് തന്നെ ഈ വിഷയം ഉയർത്തിയതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ. പ്രത്യേകിച്ച് രാഷ്ട്രപിതാവിൻ്റെ പേര് അതിൽ നിന്ന് മാറ്റി, കൂടാതെ ഈ പദ്ധതി തന്നെ ആകപ്പാടെ മാറ്റിക്കളഞ്ഞു. സ്വാഭാവികമായും ഇത് ആ പദ്ധതി നിലവിൽ നിരവധി ഗുണഭോക്താക്കൾ, കോടിക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ പദ്ധതി തന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ് കേന്ദ്രത്തിൻ്റെ നടപടി എന്ന വിമർശനമൊക്കെ അന്ന് തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചതാണ്. അതിനുശേഷം കോൺഗ്രസ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. രാജ്യവ്യാപകമായി ഇനി ഈ പ്രതിഷേധവുമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ ആളുകളെ ഒപ്പം നിർത്തുക, തൊഴിലുറപ്പിൻ്റെ ഭാഗമായ ആളുകളെയൊക്കെ തന്നെ ബോധ്യപ്പെടുത്തുക, എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ചർച്ചയുണ്ടാകും. അപ്പോൾ സമര പരിപാടികൾ രൂപം നൽകുക എന്ന ലക്ഷ്യം കൂടി ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിനുണ്ട്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ വിശാല പ്രവർത്തക സമിതി യോഗം നടക്കുന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിമാർ, പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കർണാടകയിലെയും ഹിമാചൽ പ്രദേശിലെയും തെലങ്കാനയിലെയും മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ തന്നെ കർണാടകത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ വലിയ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യവും പ്രവർത്തക സമിതി മുമ്പാകെ ചർച്ചയ്ക്ക് വന്നേക്കാം. ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ യോഗത്തിന് ശേഷം സിദ്ധരാമയ്യെ നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. ഏതായാലും DK ശിവകുമാറിനെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് ക്ഷണമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സിദ്ധരാമയ്യ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തും നേതൃത്വത്തിന്. രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് തന്നെയാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പുതിയ KPCC അധ്യക്ഷൻ വേണം എന്നൊരാവശ്യം സിദ്ധ അനുകൂല ക്യാമ്പ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉന്നയിക്കുന്നതാണ്. അക്കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഏതായാലും സിദ്ധരാമയ്യ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഹൈക്കമാൻഡ് പറയട്ടെ, അപ്പോൾ താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അപ്പോൾ മാറാം എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. പക്ഷേ അധ്യക്ഷൻ കൂടിയായ കർണാടകയിൽ നിന്നുള്ള നേതാവ് കൂടിയായ മല്ലികാർജ്ജുൻ ഖർഗെ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് പ്രാദേശിക തലത്തിൽ, അതായത് സംസ്ഥാന തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. DK ശിവകുമാർ ആകട്ടെ താനൊരു പാർട്ടി പ്രവർത്തകനായി തുടരുമെന്ന അഭിപ്രായ പ്രകടനം പുറമേക്ക് നടത്തുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹവും മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള നീക്കം ശക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും രാവിലെയാണ് ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ശരി രാകേഷ്.